ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ സ്ത്രീകളിൽ ഭൂരിഭാഗം പേർക്കും ക്രോഷേ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആളുകളാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ യാൺ മിറാക്കിൾ എന്നുള്ള ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പാറ്റേണുകളും ഓരോ അമീഗുറുമി പാറ്റേണുകൾ, ക്രോഷേ ട്യൂട്ടോറിയൽ, ഇതെല്ലാം നമ്മൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ബേസിക്കായിട്ട് ക്രോഷേ പഠിക്കാൻ വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കേണ്ട ബേസിക് സ്റ്റിച്ചസ്, അതേപോലെ എന്തെല്ലാം മെറ്റീരിയലാണ് ക്രോഷേ പഠിക്കാൻ ആവശ്യമായിട്ടുള്ളതെന്നെല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം. അതിൽ ആദ്യമായിട്ട് വേണ്ടത് ഒരു യാണാണ്. യാണ് പല ടൈപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട്. 4 പ്ലേ ഉണ്ട്, 8 പ്ലേ ഉണ്ട്, 2 പ്ലേ ഉണ്ട്, അങ്ങനെ പല ടൈപ്പിലുള്ള യാണുകളുണ്ട്. തിക്നെസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് പ്ലേ ആണെന്ന് തീരുമാനിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു യെല്ലോ കളറിലുള്ള കോട്ടൺ യാണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ യാണ് നമ്മളെപ്പോഴും കോട്ടൺ യാണിൽ അല്ലെങ്കിൽ അക്രിലിക് യാണിൽ വേണം ബിഗിനേഴ്സ് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് എത്ര പ്ലേ ആണെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഈ യാണ് നമ്മളൊന്ന് ഇങ്ങനെ ഒന്ന് പിരിച്ച് നോക്കുക. പിരിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിൽ എത്ര നൂലുകളുണ്ടെന്നുള്ളത് നോക്കുക. എത്ര നൂലുണ്ടെന്നുള്ളത് നോക്കുമ്പോൾ ഇതിലിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന യാണിൽ 4 നൂലുകൾ ചേർന്നിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ 4 പ്ലേ ആണ് ഈ യാണ്. അതിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ 8 നൂലാണെന്നുണ്ടെങ്കിൽ 8 പ്ലേ ആണ്, 2 നൂലാണെന്നുണ്ടെങ്കിൽ 2 പ്ലേ ആണ്. അങ്ങനെയാണ് നമ്മൾ ഏത് യാണാണെന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനമാണ് ഹുക്ക് വേണം. ഹുക്ക് വേണമെന്ന് വെച്ചാൽ പല ടൈപ്പിലുള്ള ഹുക്ക് സൈസ് ഉണ്ട്. ഞാൻ എൻ്റെ ഹുക്ക് സെറ്റുകൾ കാണിച്ചു തരാം. നമുക്ക് ഇങ്ങനെ വാങ്ങാൻ കിട്ടും കേട്ടോ. എല്ലാ ഹുക്കുകളും ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. അതൊരു സെറ്റായിട്ട് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ്. ഇപ്പോൾ പുറത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ തെമു അങ്ങനെയുള്ള അലിബാബ അങ്ങനെയുള്ള സൈറ്റുകളിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. നാട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ട്, ആമസോണ്, മാജിക് നീഡിൽ പോലുള്ള സൈറ്റിലെല്ലാം ഇതുപോലത്തെ നീഡിൽ സെറ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഇതിൽ എല്ലാ ടൈപ്പിലുള്ള ഹുക്കുകളുമുണ്ട്. 1.6 mm, 0.9 mm, ഓരോന്നും എന്തിനൊക്കെ ഉള്ളതാണെന്നുള്ളത് നമ്മൾ ട്യൂട്ടോറിയൽ ചെയ്യുമ്പോൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. പിന്നെ വേണ്ടിയിട്ടുള്ള സാധനമാണ് സ്റ്റിച്ച് മാർക്കറാണ്. കണ്ടോ, സ്റ്റിച്ച് മാർക്കർ. ഈ സ്റ്റിച്ച് മാർക്കർ നമ്മൾ ഓരോ റൗണ്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് സ്റ്റിച്ച് മാർക്കർ. പിന്നെ വേണ്ട സാധനമാണ് എന്തായിട്ടാണ് കട്ടർ. ഒരു കട്ടർ വേണം. അപ്പോൾ ഇത്രയും സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ക്രോഷേ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റിച്ചിലേക്ക് നമുക്ക് തുടങ്ങാം. ആദ്യത്തെ സ്റ്റിച്ച് വരുന്നതാണ് ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ അത് നമുക്ക് പരിചയപ്പെടാം കേട്ടോ.